പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ഒരു കളർഫുള്ളാക്കി എടുക്കണം. പിന്നെ സിന്നമൺ സ്റ്റിക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, അതും ഒന്ന് പൊടിച്ചെടുത്തു. അതിനുശേഷം ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്ത ലിക്വിഡിനകത്തോട്ട് ബട്ടറും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടി ഇട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ലിക്വിഡ് ഫോം ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിനകത്തോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ബാറ്റർ ഒന്ന് ലൂസാകാനായിട്ട് വേണ്ടി കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ അടിപൊളി പ്ലം കേക്ക്